കുട്ടികൾക്ക് കളിക്കാൻ ഒരു പൊതു ഇടം, ഒരു പൊതു പാർക്ക്, പിന്നെ പ്രായമായവർക്ക് സ്ഥലം ലഭിക്കാൻ ഒരു പൊതു ഇടം, പിന്നെ കുടുംബങ്ങൾക്ക് കുടുംബസമേതം വന്നിരിക്കാനും സമയം ചിലവഴിക്കാനും ഒരു പൊതു ഇടം. ഇതിനൊക്കെയുള്ള ഒരു പാർക്ക് ഇനി വരുന്ന കാലങ്ങളിൽ അത്യാവശ്യമാണ്. ഏതൊരു മനുഷ്യനും ജോലിക്ക് ശേഷം വിശ്രമിക്കാൻ ഒരു ഇടം, സ്വസ്ഥമായിരിക്കാൻ ഒരു ഇടം എന്നത് കാലത്തിന്റെ തന്നെ ആവശ്യമായി മാറി വരികയാണ്. പല ഡിപ്രഷൻ, പല വിഷമങ്ങളിൽ നിന്നും മോചനം അതായത് ഇതുപോലുള്ള പാർക്ക്, ഇതുപോലുള്ള പൊതുയിടങ്ങളിൽ വന്ന് ലഘൂകരിക്കാൻ പറ്റും. അതിന് എല്ലാ പഞ്ചായത്തിലും, എല്ലാ കോർപ്പറേഷൻ പരിധിയിലും, എല്ലാ മുനിസിപ്പാലിറ്റിയിലും ഇതുപോലൊരു പാർക്ക്, ഗംഭീരമായ പാർക്ക് തന്നെ, അത്യാവശ്യം വലുത്, നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല മരങ്ങൾ, പൂച്ചെടികൾ, നടപ്പാതകൾ, വിളക്കുകാലുകൾ, വേസ്റ്റ് ബിൻ, പിന്നെ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള കളി ഉപകരണങ്ങൾ, പിന്നെ ചെറു ഗോപുരങ്ങൾ, ചെറു കുളങ്ങൾ, കുളത്തിന് മുകളിലുള്ള ചെറു കനാലുകൾ, അതിൽ കുട്ടികൾക്ക് വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനുള്ള സൗകര്യം. അതുപോലെ തന്നെ ഗംഭീരമായ പാർക്ക് വേണ്ടത് ഇനി കാലത്തിന്റെ ആവശ്യമാണ്. എല്ലാവരും ഇതുപോലെ പുറത്തു വന്നിരിക്കാനാണ് കൂടുതൽ സമയം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന പാർക്ക് കൊച്ചി മറൈൻ ഡ്രൈവിന് അടുത്തുള്ള സുഭാഷ് ബോസ് പാർക്കാണ്. അത്യാവശ്യം വലിയ പാർക്ക് തന്നെയാണിത്. ഇത് രാവിലെ 11 മണിക്ക് ശേഷമാണ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത്. പക്ഷെ രാവിലെ തിരക്ക് പൊതുവെ കുറവാണ്. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം ഇവിടെ ഭയങ്കര തിരക്കാണ്. പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ നല്ല ട്രാഫിക് ഉള്ള ഏരിയയാണ്. കാരണം ഇത് കൊച്ചിയുടെ നഗരഹൃദയ ഭാഗത്ത് ആയതുകൊണ്ടും മറൈൻ ഡ്രൈവിന് അടുത്തുള്ള ഒരു പാർക്ക് ആയതുകൊണ്ടും ഇവിടെ അത്യാവശ്യം കൂടുതൽ ആളുകൾ വന്നിരിക്കാറുണ്ട്. ഇതിന്റെ മറുവശത്ത് നിന്നും മറൈൻ ഡ്രൈവ് കായലുകളെ കാഴ്ച ഗംഭീരമായി ആസ്വദിക്കാം. അത് എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ആ കാഴ്ച ഒരു ഒന്നൊന്നര കാഴ്ചയാണ്. ആ മറൈൻ ഡ്രൈവിനോടുള്ള നടത്തവും ആ കാറ്റുകളും നല്ല കാറ്റും എല്ലാം കൊണ്ട് ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഇതുപോലുള്ള കലാനിർമ്മിതികൾ, കേരളീയ തനിമയിൽ നിർമ്മിച്ച കലാരൂപങ്ങൾ, ചെറു ഗോപുരങ്ങൾ, ഇത് തന്നെ ഏറ്റവും തന്നെ ഗംഭീരമായ ഒരു ആശയമാണ്. ഇതുപോലുള്ള പാർക്ക് നിർമ്മിച്ചതിന് വലിയൊരു കാര്യം തന്നെയാണ്. ഇവിടെ ദിവസവും ജോലിക്കാർ രാവിലെ വൃത്തിയാക്കി എല്ലാ ചപ്പുചോറൊക്കെ മാറ്റി ഗംഭീരമാക്കി വെക്കുന്നു. ഒരു പുല്ലോ ഒരു ചപ്പുചോറ് പോലും ഉണ്ടെങ്കിൽ അതപ്പോൾ തന്നെ മാറ്റി ഗംഭീരമാക്കി വെക്കുന്നു. ഇവിടുത്തെ ഈ വാക്കിംഗ് വേ, ഈ നടപ്പാത തന്നെ വളരെ ഗംഭീരമാണ്. അതിമനോഹരമായ കാഴ്ച നോക്കൂ. ആ പാതയ്ക്ക് നടുവിലും ഒരു ചെറിയ ഇരിപ്പിടമുണ്ടാക്കി അതിലും മരങ്ങൾ വെച്ച് ഗംഭീരമായ കാഴ്ച, ഒരു പുതിയൊരു മാതൃക തന്നെ ഇപ്പൊ പറയാം. കേരളത്തിൽ ഇതുപോലൊരു പാർക്കില്ല എന്ന് തന്നെ പറയാം. പാർക്കുണ്ടെങ്കിൽ ഇത്രയ്ക്ക് മനോഹരമായ, ഇത്രയ്ക്കും പച്ചപ്പ് നിറഞ്ഞ, ഇത്രയ്ക്കും അടിസ്ഥാന സൗകര്യമുള്ള ഒരു പാർക്ക് കേരളത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. മറൈൻ ഡ്രൈവ് ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ മനോഹരമായിരിക്കുന്നു ഇതിലെ. ഒരു ഭാഗത്തെ പുൽത്തകിടികൾ, ഒരു ഭാഗത്തെ മരങ്ങൾ, രണ്ടും നല്ല വ്യത്യസ്തമായ കാഴ്ചയാണ്. നല്ല ഒരു ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം എല്ലാം തന്നെ ഇവിടെയുണ്ട്. ഓരോ കാഴ്ചയും ഞാൻ ഇത് ഷൂട്ട് ചെയ്ത ഒരു മഴ സമയത്താണ്. ഏപ്രിൽ മാസത്തിലും മഴ പെയ്ത് ആ സമയത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത്. ഇവരെ ഒരു ജീവനക്കാരൻ എല്ലാം അതൊക്കെ ചപ്പുചവറുകൾ വെട്ടി വൃത്തിയാക്കി ഉണങ്ങിയ ഇലകളെല്ലാം പെറുക്കി ഒരു കുട്ടയിലാക്കി വേറെ ഭാഗത്തേക്ക് കൊണ്ടുപോയി ഇത് സംസാരിക്കുന്നു. എന്തു മനോഹരമായ കാഴ്ച. എങ്ങും പച്ചപ്പ് നിറഞ്ഞ ഒരു കാഴ്ച മാത്രം തന്നെ എല്ലാവരുടെയും കാണുന്നത്, പച്ചപ്പ് നിറഞ്ഞ കാഴ്ച.
ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള കളി ഉപകരണങ്ങൾ കാണുന്നുണ്ട്. ഈ നടപ്പാത തന്നെ ഒരുപാട് ദൂരമുണ്ട്. നടപ്പാതയിൽ അവിടങ്ങളിലായി ഓരോ ചിറകൾ വെച്ചാൽ ഒന്നുകൂടെ ഭംഗിയുണ്ടാകുമെന്ന് തോന്നുന്നു. ഇത് നോക്കും, മരങ്ങൾക്കിടയിലുള്ള കാഴ്ച അതും തന്നെ മനോഹരമായ കാഴ്ച തന്നെയാണ്. പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ചാലിച്ച ഒരു കാഴ്ച. നമ്മുടെ എല്ലാ ജില്ലയിലും എല്ലാ പഞ്ചായത്തിലും ഇതുപോലെ ഒരു പാർക്ക് ഉണ്ടെങ്കിൽ എത്ര എത്ര മനോഹരമായിരിക്കും. നമ്മുടെ കേരളം സുന്ദരവും ഗംഭീരവുമാകട്ടെ, അതിമനോഹരമാകട്ടെ. സുന്ദര കേരളം, ശുചിത്വ കേരളം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും നമ്മൾ അതിന്റെ പരിധി എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. കുറച്ചെവിടെയൊക്കെ എന്ത് ചെയ്യുന്നു അല്ലാതെ നമ്മൾ ഇനിയും കൂടുതൽ ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ഒരു പെർഫെക്ഷൻ അത് വേണം. ഇവിടെ അത്യാവശ്യം പെർഫെക്ഷൻ ഉണ്ട് എങ്കിലും കുഴപ്പമില്ല, പച്ചപ്പുണ്ട്, നല്ല പച്ചപ്പുണ്ട്. എങ്കിലും നല്ലൊരു പാർക്കിന്റെ മോഡൽ തന്നെ പറയാം. പുൽത്തീടിലേക്ക് ആളുകൾ പോകാതിരിക്കാനായി കയറുകൊണ്ട് കെട്ടിയിരിക്കുന്നു. അതുകൊണ്ട് എന്നും ആ ഭംഗി അവിടെ തന്നെ ഉണ്ടാവും എന്ന് തന്നെ പറയാം. അതുകൊണ്ട് നല്ല പച്ചപ്പ് നല്ല ഉണ്ട്. ഏതൊരു പാർക്കിനെയും മനോഹരമാക്കുന്നത് പച്ചപ്പും മരങ്ങളും പൂച്ചെടികളുമാണ്. ഇത് തന്നെയാവണം എല്ലാവരുടെയും തീം, എല്ലാവരുടെയും കോഡ്. മറൈൻ ഡ്രൈവിന്റെ സുഭാഷ് ബോസ് പാർക്ക്.